10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. എന്റെ ആസാവേ, ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കും. ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. വീട് പണി 10 ദിവസത്തിനുള്ളിൽ തുടങ്ങും എന്ന് പറഞ്ഞു തറക്കല്ലിടുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ടായിരുന്നു. ഏത് ഫണ്ട് എടുത്തിട്ടാണ് 10 ദിവസം കൊണ്ട് പണി തുടങ്ങും എന്ന് പറഞ്ഞത്? വയനാട് ഫണ്ടിന്റെ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളോട് കൃത്യമായി. പക്ഷേ കോൺഗ്രസ് തയ്യാറാവുന്നില്ല. നിങ്ങൾ മൈക്ക് വാങ്ങിച്ച് പിരിച്ചതിനേക്കാൾ കൂടുതലാണ് ഭൂമി വാങ്ങിക്കാൻ കൊടുത്തത്. പിരിച്ചതിനേക്കാൾ കൂടുതലാണ്. പിരിച്ചതിനേക്കാൾ കുറവല്ല. ഇത് ഞാൻ ബാക്കി തുക എവിടുന്നില്ല, KCC അക്കൗണ്ടിൽ നിന്ന് എടുത്തു, PCC അക്കൗണ്ടിൽ നിന്ന് എടുത്തു. ഓക്കെ, ഇതെല്ലാം പറയാൻ ഞാനല്ല ബാധ്യപ്പെട്ട ആള്, KPCC ആണ് പറയേണ്ടത്. ഇനിയും ഞങ്ങളുടെ പൈസ അത് സമാഹരിക്കും. AICC അത് രാഹുൽജിയും പ്രിയങ്കാജിയും ഉൾപ്പെടെയുള്ള അവരുടെ നിയോജകമണ്ഡലത്തിലെ ഒരു സംഭവം ആയതുകൊണ്ടും KPCC ഏറ്റെടുത്ത ഒരു സംഭവം ആയതുകൊണ്ടും ഞങ്ങൾ അതിന് ഇനിയും പാർട്ടിയുടെ പണം കണ്ടെത്തിക്കൊണ്ട് വീട് നിർമ്മിക്കും. UDFന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ശങ്ക ആളുകൾക്ക് ഉണ്ടാകുന്നതിന്റെ ഒരു കാരണമായിട്ട് നമുക്ക് കാണാവുന്നത് ഒരുപക്ഷെ വളരെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. വയനാടിന്റെ കാര്യത്തിൽ പുനരുജ്ജീവനത്തിന് വേണ്ടി, അവരുടെ പുനരധിവാസത്തിന് വേണ്ടി കോൺഗ്രസ് കളക്ട് ചെയ്ത പൈസയുടെ കാര്യം 10 ദിവസത്തിനുള്ളിൽ പ്ലാൻ അംഗീകരിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനം ഞങ്ങൾ തുടങ്ങും. അപ്പൊ 300 വീടാവും. അവിടെ ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങി. നമ്മൾ തറക്കല്ലിട്ടിട്ട് നമ്മൾ തന്നെ പൈസ കണ്ടെത്തിയിട്ട് ഒരു വീടിന്റെ നിർമ്മാണം തുടങ്ങുക. ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കും. ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. വയനാട്ടിലെ ടൗൺഷിപ്പുകളിൽ ഏറ്റവും മികച്ച ടൗൺഷിപ്പായി അത് അവിടെ നിലനിൽക്കുകയും ചെയ്യും. സർക്കാരിന്റെ വീട് വരുമ്പോ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ വീടും ഉണ്ടാവും. അതിന് മുമ്പും വരും. ജോയിന്റ് അക്കൗണ്ടിൽ അന്ന് ഉണ്ട് എന്ന് പറഞ്ഞ ഫണ്ട് ഉണ്ട്. ഏത് ഫണ്ട് എടുത്തിട്ടാണ് 10 ദിവസം കൊണ്ട് പണി തുടങ്ങും എന്ന് പറഞ്ഞത്? ഇത് കോൺഗ്രസ് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ സ്വയം അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനി ഞങ്ങളുടെ ചോദ്യത്തിന്റെയോ വിമർശനത്തിന്റെയോ ആവശ്യമില്ല. കൊള്ള തെളിഞ്ഞിരിക്കുന്നു. രണ്ടാം കൊള്ളയ്ക്ക് തുടക്കമിടുമെന്ന പ്രഖ്യാപനവും വന്നിരിക്കുന്നു. കൊള്ളക്കാരെ ഓർത്ത് കേരളം ജാഗ്രത പാലിക്കുക എന്നേ എനിക്കിപ്പോ പറയാനുള്ളൂ.